നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ കാര്യങ്ങളൊക്കെ ആതിരയ്ക്ക് അറിയാലോ. നീ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കും തോറും അവള് പറയുന്നത് എന്താ? അർച്ചനയായോണ്ട് കൊള്ള ആതിരെ. നീ പറയുന്നതൊക്കെ കേട്ട് ക്ഷമിക്കും. അത് നീ നിന്റെ ചേച്ചി ഒന്ന് മനസ്സിലാക്ക്. ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ആതിര ഉറങ്ങുന്നുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഇവര്. മീരടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നെ സഹായിക്കാനാണോ അതോ ഇവരെ സഹായിക്കാനാണോ? നീ കണ്ടതല്ലേ മോള് നിർത്താതെ കരയുന്നത്. ഇപ്പൊ കരയുന്നുണ്ടോന്ന് നോക്ക്. അങ്ങനെ കരയുമ്പോ കരച്ചിൽ മാറ്റാൻ അതിന്റെ തള ചത്തുപോയിട്ടൊന്നുമില്ല, ജീവനോടെ തന്നെ ഉണ്ട്. അങ്ങനെ ഇവരെടുത്തിട്ട് എന്റെ കുഞ്ഞ് കരച്ചിൽ നിർത്തണ്ട. എന്താ ഇവിടെ ഒരു ബഹളം? അച്ഛാ, അച്ഛന്റെ മുൻപിൽ വെച്ച് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, എന്റെ കുഞ്ഞിനെ ഇവരെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാതെ. എത്ര പറഞ്ഞിട്ട് ഇവർക്കത് മനസ്സിലാവുന്നില്ല. അച്ഛൻ തന്നെ ഒന്ന് പറഞ്ഞവരെ വിലക്കണം. എന്റെ ഭർത്താവായ സന്ദീപിനത് കഴിയാത്തതുകൊണ്ടാ അച്ഛനോട് പറയുന്നത്. അവർക്ക് കൂട്ടിന് നീരേട്ടത്തെയും സന്ദീപും സച്ചേട്ടനും. മോളെ അർച്ചനെ, ആതിരയ്ക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ കാര്യം നീ എന്തിനാ വീണ്ടും വീണ്ടും ചെയ്യാൻ പോകുന്നത്? അവളുടെ മോളെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ എടുക്കണ്ട. കഴിഞ്ഞല്ലോ പ്രശ്നം. തീർന്നില്ല അച്ഛാ. ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് മരുന്ന് കൊടുക്കണം. അത് കൊടുക്കുന്നത് ഏട്ടത്തിയാ. അപ്പോ ആതിര പറയുന്നത് പോലെ കുഞ്ഞിനെ എടുക്കാതിരിക്കാൻ പറ്റില്ല. അതെന്താ, ഞാൻ മരുന്ന് കൊടുത്താൽ ശരിയാവില്ലേ? എന്റെ കുഞ്ഞിന് എന്ത് മരുന്നാണെങ്കിലും അത് ഞാൻ കൊടുത്തോളാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറയാ, ഇനി മേലാൽ എന്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കരുത്. ഇനി അങ്ങനെ ഉണ്ടായ ചേച്ചിയാണെന്നുള്ളത് മറന്നിട്ടാവും എന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. മോളെ ഗീത തരാൻ വേണ്ട അർച്ചന, കൊടുക്കണ്ട. ആതിര പോ. മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ തന്നെ റൂമിൽ കൊണ്ടുവരാം. അത് വേണ്ടെങ്കിലോ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ നിൽക്കാനല്ലേ പറഞ്ഞത്? മരുന്ന് കൊടുക്കാന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്തിനുള്ള മരുന്നാന്ന് നിനക്കറിയോ? നീ മിണ്ടാതിരിക്കെ. ഇവള് സത്യം അറിയട്ടെ. ഉപകാരം ചെയ്തിട്ട് നമ്മൾ എന്തിനാ ഇവളുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കുന്നത്? അർച്ചനയുടെ കയ്യിലിരിക്കുന്ന നിന്റെ ഈ മോള് ഒരു ഹാർട്ട് പേഷ്യന്റ് ആതിരെ. നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ദാ നിൽക്കുന്ന നിന്റെ ഭർത്താവ്, ചോദിച്ചു നോക്ക്. ഹാർട്ടിൽ ഹോൾ ഉള്ളത് കൊണ്ടാ ചില നേരത്തെ കുഞ്ഞ് നിർത്താതെ കരയുന്നത്. അങ്ങനെ നിർത്താതെ കരയുമ്പോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം. അത് കൊടുക്കുന്നത് അർച്ചനയാ. അതിനാ കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത്. നിന്നെ അറിയിക്കണ്ടെന്ന് സന്ദീപ് പറഞ്ഞതുകൊണ്ട് ഇതുവരെ ആരും നിന്നോടൊന്നും പറയാതിരുന്ന. നീ
പിന്നെ ചിലപ്പോ നിനക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് കരുതി. അതുകൊണ്ടാ അർച്ചന ഉറങ്ങാതിരുന്ന് മരുന്ന് കൊടുക്കുന്നത്. നമ്മുടെ മോൾക്ക് ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഏട്ടത്തി എനിക്ക് ധൈര്യം തന്നത്. ആ ഏട്ടത്തി നീ ഓരോന്ന് പറയുമ്പോഴൊക്കെ എന്റെ നെഞ്ചാ പെടയുന്നെ. ഏട്ടത്തി വിലക്കിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞേനെ. നീ വിഷമിക്കണ്ട മോളെ. മോക്കൊരു വയസ്സാവുമ്പോ ഒരു സർജറി ചെയ്ത് ഇത് മാറുമെന്ന ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോ ഈ മരുന്ന് കൊണ്ട് തന്നെ മാറും. എങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കാം. ഇങ്ങനൊരവസ്ഥ നിന്നെ കാണാതിരിക്കാൻ വേണ്ടിട്ടാ നിന്നെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. അർച്ചന കുഞ്ഞിനെ എടുക്കുമ്പോ അത് കരച്ചിൽ നിർത്തും. അത് മരുന്ന് കൊടുക്കാൻ അർച്ചനയുടെ അടുത്ത് തന്നെ കൊണ്ടുവരുന്നത്. ഇനി അങ്ങ് കൊടുത്തേക്ക് അർച്ചനെ. മരുന്നും ആതിര അങ്ങ് ഏൽപ്പിക്ക്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ആതിരയ്ക്ക് അറിയാലോ. നീ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കും തോറും അവള് പറയുന്നത് എന്താ? അർച്ചനയായോണ്ട് കൊള്ളാം ആതിരെ. നീ പറയുന്നതൊക്കെ കേട്ട് ക്ഷമിക്കും. അത് നീ നിന്റെ ചേച്ചി ഒന്ന് മനസ്സിലാക്ക്. ഇവിടെ വേറെ ആരെന്ത് പറഞ്ഞാലും അവക്ക് ക്ഷമിക്കാൻ പറ്റും. നീ പറയുന്നതൊന്നും പെട്ടെന്ന് അവളുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ലേ രണ്ടുപേരും. അതിപ്പോ ഞാൻ അറിഞ്ഞോ ആ കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈന്റ് ആണെന്ന്? ഹാർട്ടിന് അസുഖമൊന്നല്ല. ഇനി ആ കുഞ്ഞ് ചത്തുപോയാലും അവർ തമ്മിൽ ഒന്നിക്കാത്ത രീതിയിൽ അവർക്കിടയിൽ വിദ്വേഷം ഉണ്ടാവണമായിരുന്നു. അവന്തികെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുമ്പോ അത് നോക്കിയും കണ്ടും വേണം ചെയ്യാനെന്ന്. ഇപ്പോ ആതിരയും അർച്ചനയും ഒന്നായ സ്ഥിതിക്ക് നിന്റെ ഒരു പരിപാടിയും ഇനി അവിടെ നടക്കാൻ പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.